ആകാശവാണി ദേശീയ വിദ്യാഭ്യാസ നയം 2020 5 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു വഴിത്തിരിവായാണ് 5 വർഷം മുൻപ് 2020 പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെട്ടത്. പാഠപുസ്തകങ്ങളെയും ഓർമ്മശക്തിയെയും പരീക്ഷയിൽ നേടിയ മാർക്കിനെയും മാത്രം ആശ്രയിക്കാത്ത വിധത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന ശേഷം 34 വർഷങ്ങൾക്കു ശേഷമാണ് മാനദണ്ഡങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തി പുതിയ നയം രൂപീകരിച്ചത്. ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി, അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ 5 സുപ്രധാന ഘടകങ്ങളിൽ അധിഷ്ഠിതമായാണ് ദേശീയ വിദ്യാഭ്യാസ നയം. ഏത് ഗ്രാമങ്ങളിലുള്ളവർക്കും ആവശ്യമായ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക, ഗുണമേന്മയോടെ ഉത്തരവാദിത്വത്തോടെ അത് നടപ്പാക്കുക എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരമ്പരാഗത വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിരവധി മാറ്റങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ താൽപര്യത്തിനനുസരിച്ചുള്ള പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവും സ്വാതന്ത്ര്യവുമാണ് സുപ്രധാനമായ മറ്റൊരു സവിശേഷത. പഠന നിലവാരം ഉയർത്തുന്നതിനോടൊപ്പം മൂല്യനിർണ്ണയ രീതികളിലും സമഗ്ര മാറ്റം പുതിയ നയം മുന്നോട്ട് വയ്ക്കുന്നു. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ പരിഷ്കരണം എന്നതിലുപരി രാജ്യത്തിന്റെ ഭൗതിക നവോത്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ദാർശനിക രേഖയാണെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അടിവരയിട്ടു. 2030 രാജ്യത്ത് സാർവത്രിക സ്കൂൾ വിദ്യാഭ്യാസം, 2035 സാർവത്രിക ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയവയാണ് പുതിയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. मित्रों, माननीय प्रधानमंत्री नरेंद्र मोदी जी की इस ट्रांसफॉर्मेटिव विजन, जिसमें उन्होंने शिक्षा को भारत की ग्रोथ स्टोरी के साथ सपना देखा, इसको केंद्र बिंदु बनाया, आज हमारे सामने लक्ष्य है 2047 विकसित भारत की ओर जाते हुए नेशनल मिशन के नाते NEP 2020 हमारी पाथवे बनी हुई है. ഏകീകൃത ജില്ലാ വിദ്യാഭ്യാസ വിവര സംവിധാനം പ്ലസ് UDISE+ പ്രകാരം 14.72 ലക്ഷം സ്കൂളുകളിലെ 98 ലക്ഷത്തിലധികം അധ്യാപകർ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെ സേവനം നൽകുന്നു. വൈവിധ്യമാർന്ന സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലങ്ങളിലെ ഏകദേശം 24.8 കോടി വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കുന്നുണ്ട്. 2022-24 കാലയളവിൽ ഏറ്റവും മികച്ച പുരോഗതിയോടെ സർക്കാർ സ്കൂളുകൾ സ്വകാര്യ സ്കൂളുകളെക്കാൾ മികച്ച നേട്ടം കൈവരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കുതിച്ചുചാട്ടത്തിന് പുതിയ പദ്ധതി സാധ്യത ഒരുക്കുന്നുവെന്ന് പറയുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ. സ്കൂൾ തലങ്ങളിൽ നടപ്പാക്കുന്ന 5+3+3+4 ഘടനയും അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ നടപ്പാക്കുന്ന 4 വർഷത്തെ പ്രോഗ്രാമുമാണ് NEP പ്രധാനം. 4 വർഷമാണെങ്കിലും ഓണേഴ്സ് ഡിഗ്രി ഉള്ളതിനാൽ 3 വർഷത്തിൽ നിർത്താവുന്നതാണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. മാത്രമല്ല വിവിധങ്ങളായ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകളും പ്രദാനം ചെയ്യുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. അറിവിന്റെ സമ്പദ് വ്യവസ്ഥയും വൈജ്ഞാനിക വളർച്ചയും ബൗദ്ധിക രംഗത്തുള്ള പുരോഗതിയും എല്ലാം പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കാരങ്ങളും അതിലെടുക്കുന്ന നയപരമായ തീരുമാനങ്ങളും നടപ്പിലാക്കുന്നതിലുമാണ് കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഡോക്ടർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ 5 വർഷം മുമ്പ് നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് വലിയ സാധ്യതയാണ് ഉള്ളത്. നമുക്കറിയാം, ജനസംഖ്യയിൽ 52% ആൾക്കാർ 26 വയസ്സിന് താഴെയുള്ളവരാണ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള വലിയ ചുമതലയാണ്. പക്ഷേ നിർഭാഗ്യകരമായി പറയട്ടെ, ഒരു വലിയ പരിധിവരെ താഴെ തട്ടിൽ ഇത് എത്രത്തോളം വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമുക്കറിയാം, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയുടെ കണക്കെടുത്താൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ പോലും 50% തികഞ്ഞിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 27.5% ഇന്നത്തെ കണക്കനുസരിച്ച്. എന്നാൽ 2030 ആകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത് 50% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ മാറണം. സ്കൂൾ എഡ്യൂക്കേഷനിൽ തീർച്ചയായിട്ടും അത് 100% ആകണം. ഇത് വളരെ എളുപ്പം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല. ഗുണപരമായും ഗണപരമായും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം. അതാണ് ഈ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഗവേഷണ രംഗത്തും മികച്ച മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. NEP ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തിയ മാറ്റങ്ങളുടെ സൂചനയാണ് PhD രജിസ്ട്രേഷനിൽ ഉണ്ടായിട്ടുള്ള വളർച്ച. PhDക്ക് രജിസ്റ്റർ ചെയ്ത വനിതകളുടെ എണ്ണത്തിൽ മാത്രം 136% വർധന. ഇത് NEPയുടെ വിജയമാണെന്ന് പറയുകയാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന് കീഴിലുള്ള CDAC സീനിയർ ഡയറക്ടറും സയന്റിസ്റ്റുമായ ശ്രീമതി S രാജശ്രീ.
ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ, ഉൾപ്പെടുത്തലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഈ സ്ത്രീകളിലായാലും അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലായാലും എല്ലാ തരത്തിലുള്ള ഒരു ഉന്നമനം കാണുന്നത്. അത് പർട്ടിക്കുലർ ഗവേഷണ വിഷയത്തിലും നമുക്കത് കാണാവുന്നതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂളുകളിൽ പോലും പേറ്റന്റ് ഫയൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് വളരെ നല്ല ക്വാളിറ്റിയുള്ള പേറ്റന്റ്സ് ഫയൽ ചെയ്യുന്നത് നമ്മൾ ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല പേറ്റന്റുകൾ ഫയൽ ചെയ്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ നമുക്കറിയാം, പല സ്കൂളുകളിലും അടൽ ടിങ്കറിംഗ് ലാബ്സ്, അതുപോലെ പല ഫെസിലിറ്റീസ്, അതായത് അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സാങ്കേതികതകളും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതിനായിട്ട് ചെയ്യാൻ, ഒരു റിസർച്ച് ചെയ്യാനുള്ള ഒരു സാങ്കേതികമായ ഒരു എൻവയൺമെന്റ് കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് സ്കീംസും പോളിസീസും ഉണ്ട്. സ്കൂളിലാണെങ്കിൽ അടൽ ടിങ്കറിംഗ് ലാബ്, കോളേജുകളിലാണെങ്കിൽ ഇൻക്യുബേഷൻ സെന്റേഴ്സ്. ഇപ്പോൾ റിസർച്ച് എന്നുള്ള ഒരു കൾച്ചർ കുട്ടികളിൽ സ്കൂളിൽ തൊട്ട് തുടങ്ങി അത് കോളേജിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് അവരിൽ നിന്ന് PhD ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൂടുതൽ പേറ്റന്റ്സ് ഫയൽ ചെയ്യുക, പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിന് ഒരുപാട് എൻകറേജ് ചെയ്യുക, അങ്ങനെ പല സിസ്റ്റം. അപ്പോൾ ഒരു ഇക്കോ സിസ്റ്റമാണിത്. ഇത് ഫുൾ തുടക്കത്തിൽ നിന്ന് ഒരു കുട്ടിയിൽ നിന്ന് അവൻ വലുതായി ഒരു യുവാവായി അതിൽ നിന്നൊരു ശാസ്ത്രജ്ഞനെ കൊണ്ടുവരാൻ എത്രത്തോളം സാധിക്കും, അതിനെന്തൊക്കെ ചെയ്യണം, അത് മാക്സിമം ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ വൻ വിപ്ലവമാണ് പുതിയ വിദ്യാഭ്യാസ നയം സൃഷ്ടിക്കുന്നത്. അതുപോലെ NEP നടപ്പാക്കുന്നതിൽ CBSE സ്കൂളുകൾ മുൻപന്തിയിലുമാണ്. CBSE 2ാം ക്ലാസ് മുതൽ 2 തവണ പരീക്ഷ നടത്തുന്നതടക്കമുള്ള പരിഷ്കാരങ്ങൾ വിദ്യാർത്ഥികളുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ടെന്ന് തിരുവനന്തപുരം സംസ്കൃത കോളേജ് വ്യാകരണ വകുപ്പ് മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ പ്രദീപ് വർമ്മ അഭിപ്രായപ്പെട്ടു. ഇന്ന് ഈ എഡ്യൂക്കേഷൻ പോളിസി നമുക്ക് തന്നിരിക്കുന്നത് തന്നെ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം എത്രത്തോളം കുറക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. പുതിയ വിദ്യാഭ്യാസ രീതികൾ അത് നടപ്പാക്കുന്ന സമയത്ത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം വളരെയധികം കുറയുമെന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാർഷിക പരീക്ഷ 10 മുതലുള്ള വാർഷിക പരീക്ഷ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പാക്കാനുള്ള ഉദ്ദേശം. പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു മാർക്കിനെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി, ആ പഠന രീതി മാറണമെന്നാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാവുന്ന പ്രശ്നങ്ങളെ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കേവലം മാർക്ക് മാത്രം വാങ്ങി ജയിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കണമെന്നില്ല. ഒരു സ്റ്റുഡൻറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പഠന പദ്ധതിയാണ് CBSEയിലും ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പരമ്പരാഗതമായൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ന് +2 തലത്തിൽ. പണ്ട് പ്രീ ഡിഗ്രി ആയിരുന്നു, പിന്നീട് +2 ആയപ്പോൾ ഒരു പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. കാരണം അത് മാത്തമാറ്റിക്സ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് NEP ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. സുതാര്യമായിരിക്കുന്ന എന്നാൽ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് സ്ട്രക്ചറാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആർട്സ് അല്ലെങ്കിൽ കോമേഴ്സ് എന്ന വിഷയവിഭജനം ഈ ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവില്ല എന്നാണ് NEP ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫിസിക്സ് എടുക്കുന്ന ഒരാൾ, ഒരു കുട്ടിക്ക് കോമേഴ്സ് എടുക്കാം, അതിൻ്റെ കൂടെ മ്യൂസിക് എടുക്കാം. പണ്ട് ഫിസിക്സ് എടുക്കുന്ന ആൾക്ക് അങ്ങനെ പാടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു തലത്തിലേക്ക് കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്ന രീതിയിലേക്കായി മാറിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യാധിഷ്ഠിത പഠനം ഗണ്യമായി വികസിച്ചതോടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്കായി 1149 ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പഠന വിഷയങ്ങളും 544 ഓൺലൈൻ കോഴ്സുകളും നൽകുന്നു. വിവര സാങ്കേതിക വിദ്യ, കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ നിർമ്മിത ബുദ്ധിയും ബ്ലോക്ക് ചെയിനും മെഷീൻ ലേണിംഗും ബിഗ് ഡേറ്റയുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വൻ സ്വാധീനം ചെലുത്തുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ പുതിയ വിദ്യാഭ്യാസ നയം എല്ലാ മേഖലയിലെയും വിദ്യാർത്ഥികൾക്ക് അവരവരുടെ പ്രവർത്തന മേഖലയിൽ ഇത് പ്രയോജനപ്പെടുത്താൻ സാഹചര്യമൊരുക്കുന്നുണ്ടെന്ന് പറയുകയാണ് ശ്രീമതി S. രാജശ്രീ. നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കരിക്കുലത്തിലാണെങ്കിൽ തന്നെ ധാരാളം കമ്പോണൻസ്, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവട്ടെ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആവട്ടെ, മെഷീൻ ലേണിംഗ് ആവട്ടെ, അത് പണ്ട് ചില ബ്രാഞ്ചുകളിൽ മാത്രമാണ് പഠിപ്പിച്ചിരുന്നത്. ഇന്ന് അത് കൂടുതൽ എല്ലാ ഫീൽഡിലും ഒരുമിച്ച് പല സ്ഥലത്തും ഉപയോഗിക്കാവുന്ന ടെക്നോളജീസ് ആയതുകൊണ്ട് ഇത് എല്ലാവരിലും എത്തിക്കുക, ഇതിന്റെ ഫണ്ടമെന്റൽസ്, അതിന്റെ സാങ്കേതികത്വം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അവരവരുടെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടുത്താനുമുള്ള ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതും NEPയുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട്. വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് പരിഹാരം കൂടിയാകുകയാണ് പുതിയ വിദ്യാഭ്യാസ നയം. ഇത്തരത്തിൽ സിലബസിൽ കാതലായ മാറ്റം കൊണ്ടുവരികയും അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്യാൻ NEP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് G. ഗോപകുമാർ പറയുന്നത്.
ഇന്ന് ലോകം വളരെ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആഗോളീകരണത്തിന് ശേഷം ലോകത്തിന്റെ കമ്പോളത്തിന്റെ സാഹചര്യം, അതിലെ ജീവിതത്തിന്റെ സാഹചര്യം തന്നെ മൊത്തത്തിൽ മാറി. ആധുനിക കാലത്തിന് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം വേണം, അതനുസരിച്ചുള്ള കരിക്കുലം ഡെവലപ്പ് ചെയ്യണം. പക്ഷേ ഇത് മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റത്തെ ക്യാച്ചപ്പ് ചെയ്ത് അതിനനുസരിച്ചുള്ള കരിക്കുലം ഡെവലപ്മെന്റാണ് അതിന്റെ പ്രധാനം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലവസരം കിട്ടത്തുള്ളൂ. ഒരു 25 വർഷം മുമ്പ് നമുക്ക് സോഫ്റ്റ്വെയറിന് ഇത്രയും മാറ്റം ഉണ്ടാവും നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ? ഇപ്പോൾ അത് കഴിഞ്ഞ് ഡിജിറ്റൽ യുഗത്തിലേക്ക് എത്തി. അപ്പോൾ ഇതനുസരിച്ച് കരിക്കുലം ഡെവലപ്പ് ചെയ്യുക, കോഴ്സും സമ്പദ് വ്യവസ്ഥയും മനസ്സിലാക്കുക, ലോകത്തുണ്ടാകുന്ന സാങ്കേതിക വിദ്യ എന്താണെന്ന് അറിയുക, നൈപുണ്യരംഗം. ആ നൈപുണ്യരംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈ ലെവൽ മാത്രമല്ല, ഈ താഴെത്തട്ടിൽ പോലും സ്കൂൾ ലെവലിൽ പോലും സ്കില്ല് വേണം, കോളേജ് ലെവലിൽ വേണം, ഇനി ITIകളിലും ITCകളിലും വേണം, ഗവേഷണ രംഗത്തും ഔഷധ മേഖലയും എല്ലായിടത്തും പുതിയ പുതിയ നൈപുണ്യം അടിസ്ഥാനത്തിലുള്ള പുതിയ പ്രോഡക്റ്റുകൾ വരികയാണ്. ഇത് കണക്കാക്കിയുള്ള വിദ്യാഭ്യാസം കൂടി നമ്മുടെ രംഗത്തുണ്ടായാൽ മാത്രമേ എംപ്ലോയബിലിറ്റി ഉണ്ടാവൂ. അപ്പോൾ ആ എംപ്ലോയബിലിറ്റി വരണമെങ്കിൽ അധ്യാപകർക്ക് പരിശീലനം വേണം, അവർക്ക് എക്സ്പോഷർ വേണം, സിലബസിൽ കാതലായ മാറ്റങ്ങൾ വരണം. പക്ഷേ ഇതിന്റെ വലിയൊരു പരിധിവരെ ഇതിന്റെ വിജയം നിൽക്കുന്നത് അധ്യാപകർക്ക് കൊടുക്കുന്ന പരിശീലനത്തിലും അതിൽ കിട്ടുന്ന സൂപ്പർവിഷനിലും മാർഗനിർദ്ദേശത്തിലും പിന്നെ തീർച്ചയായിട്ടും ഫണ്ടിങ്ങിലും അതുവഴി കൂടുതൽ ശാക്തീകരണത്തിലുമാണ്. ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശീലനം നൽകാനുള്ള വ്യവസ്ഥ NEP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി ഭവിക്കുന്നു എന്നാണ് ശ്രീമതി രാജശ്രീ അഭിപ്രായപ്പെടുന്നത്. ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ റിസർച്ച് ലാബുമായിട്ടുള്ള കൊളാബറേഷൻ, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അതായത് കുട്ടികൾ അവരുടെ പഠനകാലത്ത് തന്നെ ഇൻഡസ്ട്രിയുമായിട്ട് അല്ലെങ്കിൽ റിസർച്ച് ലാബുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രോജക്ട്സ് ചെയ്യണം, ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ ഇത് നാഷണൽ ലെവലിൽ. ഇതുപോലെ തന്നെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ അമേരിക്കയുടെ അങ്ങനെ പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റേഷൻ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. നിപുൺ ഭാരത്, വിദ്യാപ്രവേശ് തുടങ്ങിയ സംരംഭങ്ങൾക്ക് പുറമെ 1000-ലധികം ISL വീഡിയോകൾ, ഓഡിയോ ബുക്കുകൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ആംഗ്യഭാഷയും പാഠ്യവിഷയമാക്കാൻ ഇതിലൂടെ സാധിച്ചു. സംസ്കൃതത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം 3 ഭാഷകൾ പഠിക്കുന്ന രീതിയിലെ ഫോർമുല വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ പുതിയ സാധ്യതകൾക്ക് വഴിയൊരുക്കുമെന്ന് ഡോക്ടർ പ്രദീപ് വർമ്മ പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ വളരെ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് സംസ്കൃതത്തിന്റെ അതുപോലെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഒരു പഠന രീതി നന്നായിട്ട് കൊണ്ടുവരണം എന്നാണ്. ക്ലാസിക്കൽ ഭാഷകളുടെ സംരക്ഷണം, ഇതാണ് പ്രധാനം. അതുപോലെ അതിന്റെ പ്രോത്സാഹനം. ഇന്ത്യൻ ഭാഷകളിൽ സംസ്കൃതം എത്രത്തോളം സ്വാധീനിച്ചു, അല്ലെങ്കിൽ പാരമ്പര്യ ഭാഷകൾക്ക് ഒരു ഉണർവുണ്ടാക്കുക. അതാണ് നമ്മളുടെ നാനാത്വത്തിലേക്കത്വം എന്നൊക്കെ പറയുന്നത് പോലെ അനേകം ഭാഷകളാണ് ഇവിടെ. ഈ ഭാഷകൾക്ക് ഒരു ഉണർവുണ്ടാക്കുക എന്നത് പോളിസിയുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ഈ ത്രിഭാഷാ പദ്ധതിയിൽ മാതൃഭാഷ, അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, പിന്നെ ഒരു ഭാഷ എടുക്കാം. അത് സംസ്കൃതമായിട്ട് എടുക്കാവുന്ന രീതിയിലാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അതിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും സംസ്കൃതം എല്ലാവരും എടുക്കുന്നുണ്ടോ, എല്ലാ സംസ്ഥാനവും സംസ്കൃതത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ടാകും. പക്ഷേ ഇങ്ങനെ സംസ്കൃതത്തെ വേണ്ട രീതിയിൽ ചില സംസ്ഥാനങ്ങൾ എടുക്കുന്നില്ല എങ്കിലും അല്ലാത്ത രീതിയിൽ സംസ്കൃതത്തിന് വലിയ പ്രോത്സാഹനം നൽകാൻ പോളിസിക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായത്തിനാണ് പുതിയ വിദ്യാഭ്യാസ നയം അടിത്തറയിടുന്നത്. പെൺകുട്ടികൾക്കും പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കും പിന്തുണ നൽകുന്നതിന് പുറമെ ഇന്ത്യൻ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. നിലവിൽ വന്നതു മുതൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി പരിവർത്തനാത്മക നയങ്ങളിലൂടെ വഴക്കവും ഉൾച്ചേർക്കലും നവീകരണവും വളർത്തിയ 2020 ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി എന്ന് നിസ്സംശയം പറയാം. നിങ്ങൾ കേട്ടത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 5 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച സ്പോട്ട്ലൈറ്റ് പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പാർവതി വിജയൻ.